അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ദുആ 14-ാം അധ്യായം സൂറത്തു ഇബ്രാഹീമിലെ 40-ാമത്തെ വചനത്തിൽ വന്ന പ്രാർത്ഥനയാണ്. എന്റെ രക്ഷിതാവേ, എന്നെ നീ നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുന്നവനാക്കണമേ. എന്റെ സന്തതികളിൽ പെട്ടവരെയും അപ്രകാരമാക്കണമേ. ഞങ്ങളുടെ രക്ഷിതാവേ, എന്റെ പ്രാർത്ഥന നീ സ്വീകരിക്കുകയും ചെയ്യണമേ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയാണ്. റബ്ബി ജ്അൽനി മുഖീമസ്സലാ. എന്റെ രക്ഷിതാവേ, എന്നെ നീ നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുന്നവനാക്കണമേ. വമിൻ ദുർരിയതി. എന്റെ സന്തതികളിൽപ്പെട്ടവരെയും. റബ്ബന വതഖബ്ബൽ ദുആ. ഞങ്ങളുടെ രക്ഷിതാവേ, എന്റെ പ്രാർത്ഥന നീ സ്വീകരിക്കുകയും ചെയ്യണമേ. 3 ഭാഗങ്ങളാക്കിയിട്ടാണ് നമുക്കിത് പഠിക്കാൻ എളുപ്പമാവുക. അതുകൊണ്ട് തന്നെ 3 ഭാഗങ്ങളാക്കിയിട്ടുണ്ട്. ഓരോ ഭാഗവും അതിന്റെ അർത്ഥവും മനസ്സിലാക്കി മനഃപ്പാഠമാക്കുക. ഈ ഒരു പ്രാർത്ഥന മുഴുവനായി നമുക്ക് നോക്കാം. റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി വമിൻ ദുർരിയതി റബ്ബന വതഖബ്ബൽ ദുആ. എന്റെ രക്ഷിതാവേ, എന്നെ നീ നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുന്നവനാക്കണമേ. എന്റെ സന്തതികളിൽ പെട്ടവരെയും അപ്രകാരം ആക്കണമേ. ഞങ്ങളുടെ രക്ഷിതാവേ, എന്റെ പ്രാർത്ഥന നീ സ്വീകരിക്കുകയും ചെയ്യണമേ. ഗ്രൂപ്പിലേക്ക് ടാസ്ക് ചെയ്യാനുള്ളത്, എന്റെ സന്തതികളിൽപ്പെട്ടവരെയും അപ്രകാരം ആക്കണമേ. എപ്രകാരമാണ് എന്നത് ഒന്ന് എഴുതിയിട്ട് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ സാധാരണ ചെയ്യുന്ന പോലെ അഡ്മിനിലേക്ക് ദുആ ക്ലാസ് അറ്റൻഡഡ് ഹൃദയസ്ഥമാക്കി സംശയങ്ങളൊന്നുമില്ല എന്നീ കാര്യങ്ങളും ചെയ്യുക. അപ്പോൾ ഇന്നത്തെ പ്രാർത്ഥന നിങ്ങൾ മനഃപ്പാഠമാക്കുക. ജസാക്കല്ലാഹ് ഖൈർ.